ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കടലിനടുത്താണെങ്കിൽ മെയിനായിട്ടൊരു പണ്ടത്തെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ചെങ്കല്ലൊക്കെ വെച്ചൊരു സംഭവമൊക്കെയാണ്. ഒരു ഏതാ ഫോട്ടോ ഒന്നും അറിയില്ല, ഗോവയിലെ ഏതൊരു ഫോട്ടോ ആണ്. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ഭയങ്കര കൂടുതലാണ്. കാലത്തൊട്ട് വൈകിട്ട് അവരിങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞ സംഭവമില്ലേ, ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഒരു സംഭവമാണിത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിക്കോടെ മോളിക്കോടൊക്കെ നോക്കുന്നുണ്ട്. മെയിനായിട്ട് ഒരു ചെറിയൊരു ഓട്ടയുണ്ട്. ആ ഓട്ടയെ കൂടെ നോക്കി കഴിഞ്ഞാൽ കുളിസിയും കാണാം. ഇവിടെ നിന്നിട്ട് കുളിസിയും കാണുന്ന ബ്രിട്ടീഷുകാർ മെയിനായിട്ട് കുളിസിയും കാണുന്ന സ്ഥലമായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒളിഞ്ഞു നോക്കാൻ പറ്റും. അവിടെ നിൽക്കണം കുളിസിയും വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ മെയിനായിട്ട് കുളിസിയും കാണുന്ന ഒരു സായിപ്പിൻ്റെ സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇത് എടുത്ത് പറയുകയാണെങ്കിൽ കുളിസിയും മെയിൻ സ്ഥലം ഇത്. അവിടെ നോക്കി അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കുളിസീനെ കാണാൻ വേണ്ടി ഇവിടെ നിന്നിട്ട് ബൈനപ്പ് വെച്ച് നോക്കുന്ന പരിപാടിയായിരുന്നു മെയിനായിട്ട് സായിപ്പിന്. അപ്പോൾ ഇത് ഏതാ സ്ഥലം നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ പറയും. നിങ്ങൾ പോയിട്ടുള്ള ഗോവയിൽ ഈ സ്ഥലമൊക്കെ അറിയണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ നോക്കി ആരും കണ്ടില്ല കുളിസീനായിട്ട്. ഓക്കെ, പിന്നെ മോളിക്കോടൊക്കെ നടന്നു പോകാനൊക്കെ പറ്റും. മദാമകൾ മെയിനായിട്ട് കുളിക്കുന്ന സ്ഥലമാണ് ഞാൻ കാണിച്ചു നടത്തുന്നത്. ഇപ്പം ചെന്നാലും ബൈനോക്കുലറൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുളിസീൻ കാണാൻ പറ്റും. പിന്നെ കുറേ അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് ഇതിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇതിലൊക്കെ നടന്നു. മെയിനായിട്ട് അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഗോവയിലെ ഏതൊരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മെയിനായിട്ട് ഇത് എൻ്റെ കണക്കൂട്ടിലാണ് ഏതൊരു ഫോർട്ട്, ചെങ്കൽ ഫോർട്ട്, അതാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് പോയിട്ടുള്ള സ്ഥലം നിങ്ങൾ കുളിസീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളിസീൻ കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹലോ ഗേൾസ്.